ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യോശുവ ജനത്തോട് യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം ചിലത് തരാൻ പോകുന്ന സമയമായിരിക്കും. 2026 ആണ്ടിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ, മാസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ഒരുക്കത്തോടെ ഉണർന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കട്ടെ. എരിഹോ മതിലെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഒരു തടസ്സമാണ്. പക്ഷേ തടസ്സങ്ങളെ എങ്ങനെ മാറ്റും? കർത്താവ് പറഞ്ഞു, കാഹളം ഊതിയാൽ മതി. കാഹളം ഊതിയാൽ മാറുമോ? എത്രയോ കൊല്ലം കൊണ്ട് പണിതതാ അല്ലേ? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ അത് പറ്റത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ ദൈവപ്രവൃത്തി കാണാം. കാരണം ദൈവം ആരാ? സർവശക്തനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. അത് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് ജനം ഒരുമിച്ച് കാഹളമൂതി. അവർ ഒരുമിച്ചു എന്നല്ലേ? അവർ ഒരുമനപ്പെട്ട്, ഐക്യമത്യപ്പെട്ട്, സന്തോഷത്തോടെ, ഒരു മനസ്സോടെ, വലിപ്പച്ചെറുപ്പമില്ലാതെ, നീയാണോ ഞാനാണോ വലുതെന്ന് ഈഗോ ഒന്നും ഇല്ലാതെ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. യോശുവയെ അവരനുസരിച്ചു. ദൈവത്തെ യോശുവ അനുസരിച്ചു അല്ലേ? അങ്ങനെ അനുസരണങ്ങളുണ്ടായി. അനുസരണത്തിൽ ദൈവപ്രവൃത്തി കൊണ്ട് കേട്ടോ. താഴ്മയും വിനയവും അനുസരണത്തിലാണ് ഉണ്ടാകും. ദൈവജനമേ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടെന്ന് മനസ്സിലാക്കി ഇതുവരെ എന്തെങ്കിലും അവിശ്വാസമോ അനുസരണക്കേടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യുന്നെങ്കിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി കൂടെയിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വാസത്തോടെ ആയിരിക്കട്ടെ. വലിയവനായ ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. തടസ്സങ്ങൾ പലതുണ്ട്. ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി എല്ലാ ദിക്കിലോട്ടും സ്തോത്രം ചെയ്യണമെന്ന്. അപ്പോൾ പോരുകളും പോരാട്ടങ്ങളും ഒക്കെ മാറിപ്പോകുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോകാൻ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ആർപ്പിടുവീനെന്ന് പറഞ്ഞപ്പോൾ ആ മതിൽ താണല്ലേ ആർപ്പെട്ടപ്പോൾ. അതുപോലെ നമ്മൾ ഹല്ലേലൂയയും സ്തോത്രവും സ്തുതിയൊക്കെ പറയുമ്പോൾ, ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി കൊണ്ട് നിശ്ചയം വിശ്വസിക്കുക. കർത്താവ് വലിയവനാണ്. സ്തോത്രം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും.